വയനാടിൻ്റെ ഹൃദയഭാഗത്ത് പ്രകൃതി രമണീയമായ ഭൂപ്രകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാമമാണ് തിരുനെല്ലി. ഗോത്രവർഗ വാസസ്ഥലങ്ങൾക്കും സാംസ്കാരിക സമൃദ്ധിക്കും പേരുകേട്ട ശാന്തമായിടം. സമൃദ്ധമായ പച്ചപ്പുകളാൽ ചുറ്റപ്പെട്ട ആഹ്ലാദത്തിനതിരുകളില്ലാത്ത അവരുടെ വാസസ്ഥലങ്ങളിലേക്ക്, അതിലെ നിവാസികളുടെ ലളിതവും എന്നാൽ ഊർജ്ജസ്വലമായ ജീവിതത്തിലേക്ക് അവരുടെ കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകളെ കണ്ടെത്താനും പരിപോഷിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ദ 13th ഫൗണ്ടേഷൻ ഇവിടെ ഒരു ഫുട്ബോൾ അക്കാദമി ആരംഭിച്ചത്. തിരുനെല്ലി ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഫുട്ബോളിന് വേരോട്ടുള്ള സ്ഥലമല്ല. വയനാട്ടിലെ മറ്റുള്ള ഏരിയകളെ പോലെയല്ല. കാരണം ഇവിടെ ഒരു കളിക്കാനുള്ള അല്ലെങ്കിൽ ബോൾ തട്ടാനുള്ള ആ ഒരു സംഭവം അവർക്കില്ല. കാരണം അവർ ഇവിടെ എവിടെയും കണ്ടു വളർന്നിട്ടില്ല സംഭവം. ഇവർ ഈ ട്രൈബ് മേഖല ആയതുകൊണ്ട് അത്യാവശ്യം ഓടിയും ചാടിയും കാടും മലയും കയറി നടക്കുന്നുണ്ട്. അവരുടെ മൂവ്മെൻറ്റ്സ് കറക്റ്റായിരുന്നു. അപ്പോൾ ഈ വിനീത് ഒരു അക്കാദമി കൊണ്ടുവന്നതിന് ശേഷം മൊത്തത്തിൽ ഇവിടെയുള്ള കുട്ടികൾക്ക് ഭയങ്കര ഒരു മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് സ്കൂളിൽ പോകാനും പഠിക്കാനും ഒപ്പം തന്നെ ഫുട്ബോളിന് പ്രാക്ടീസ് ചെയ്യാനും ഇങ്ങനെയുള്ള പല കുട്ടികളും നല്ല ലെവലിൽ എത്തിപ്പെടേണ്ട ആളുകളാണ്. പക്ഷേ അവർക്കൊരു ബാക്കപ്പ് ഇല്ലാത്തതുകൊണ്ടും സപ്പോർട്ട് ചെയ്യാൻ ആളില്ലാത്തതുകൊണ്ടും നശിച്ചുപോയ ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾക്ക് മിന്നുമണീനെ അറിയൂ? ഇന്ത്യൻ വിമൻസ് ക്രിക്കറ്റ് ടീമിലേക്ക് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി പെൺകുട്ടിയാണ്. ആ കുട്ടിയുടെ വീട് അത്ര ദൂരമില്ല, ഇവിടെ അടുത്താണ്. ലോകം അറിയപ്പെടേണ്ട ഇതുപോലെയുള്ള ഒരുപാട് താരങ്ങളെ ഈ ചെറിയ ചെറിയ ഗ്രൗണ്ടിൽ നമുക്ക് കാണാനാകും. ഒരുപക്ഷെ ഈ ബോളിന് ഇവർക്കിടയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചേക്കാം. നമുക്ക് ചില മാറ്റങ്ങൾ ഈ കുട്ടികളിലൂടെ ആരംഭിക്കാം. ഇന്ത്യയിൽ പല ഭാഗത്തുമുള്ള ഇത്തരം കമ്മ്യൂണിറ്റികളിലേക്ക് ഞങ്ങൾ ഈ ഫുട്ബോളുമായി ഇറങ്ങിച്ചെല്ലുകയാണ്. 13 ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ പ്ലാൻ ഡി ട്രിപ്സുമായി സഹകരിച്ച് സോക്കർ സഫാരി എന്ന യാത്ര ഞങ്ങൾ ഇവിടുന്ന് തുടങ്ങിയാണ്. 4 മാസം കൊണ്ട് ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് ഫുട്ബോളിലെ പല പ്രമുഖരെയും കണ്ട് കുട്ടികൾ ഈ ഫുട്ബോളിലൂടെ വളർന്നു വരേണ്ട ആവശ്യകതയെക്കുറിച്ച് സംസാരിച്ച് ഇന്ത്യയിൽ പലയിടത്തും ഇത്തരം സെന്ററുകൾ സ്ഥാപിച്ച് അവർക്ക് അവസരമൊരുക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെ ഞങ്ങൾ ഈ യാത്ര ആരംഭിക്കുകയാണ്.